ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൺഡേ വ്ലോഗായിട്ടാണ്. മോർണിംഗ് ടു ഈവനിങ് റുട്ടീൻ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് ഒരു കുട്ടി വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോയി. റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ നേരത്തോടെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എണീച്ച ടൈമിൽ തന്നെ അവളും എണീച്ച്. അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ടൈം ഒന്ന് കിടന്ന് ഉറങ്ങി. അതിന് ശേഷം എണീച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, റുവ ബേബിക്ക് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ റുവ ബേബീനെ കിച്ചണിൽ ഞാൻ ഹൈ ചെയറിൽ എത്തിയൊക്കെയാണ്. അപ്പോൾ അവൾക്ക് ജസ്റ്റ് ഞാൻ ബണ്ണിൻ്റെ ഉള്ളിൽ ജാം തേച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നത് ബർഗറാണ്. ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഉണ്ടാക്കാനും സിമ്പിളാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് ബർഗർ വാങ്ങിച്ചിട്ടും കഴിച്ചിട്ടൊക്കെ. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് സോസ്, മയനൈസ്, പിന്നെ ഓണിയൻ, തക്കാളി, പിന്നെ നമ്മളുടെ ബർഗർ പാറ്റിയും കൂടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായയും. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ബണ്ണൊന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ട് കഴിക്കണതാണ് ഇഷ്ടം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ റുവ ബേബിൻ്റെ ഫുഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ റാഗി വെച്ചിട്ടുള്ള കുറുക്കാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഒന്നും കൂടി ഇഷ്ടം കേട്ടോ. നാടനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനെക്കാട്ടിയും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ റുവ ബേബിനെ പിടിച്ചിരുത്തിയിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കിയപ്പോൾ അവൾ കഴിക്കുന്നേ ഇല്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവൾ ബണ്ണും ജാമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വിശക്കാണ്ടിരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ചൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ബാക്കിയും കൊടുത്തിട്ട് ഫുഡ് അങ്ങനെ കൊടുത്തിട്ടാ. മാംഗോ കൊടുത്തോ അങ്ങനെ പറഞ്ഞു. മാംഗോ ആണോ? അതരാട്ടോ കുറച്ച് തിന്നാ മതിയേ, ഗുഡ് ഗേൾ ആണേ, കുറച്ച് തിന്നാ മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനെന്നാ ഉച്ചക്കലത്തെ പണി ചെയ്യാന്ന് വെച്ചിട്ട് കിച്ചണിൽ പോയപ്പോൾ റുവ ബേബി കിച്ചണിൽ വന്നിട്ട് കാലുമ്മലും പിടിച്ചിട്ട് കരച്ചിലാണ്, അവൾ എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ടൈം വന്നിരുന്നിട്ട് അവളെ കൂടെ കളിക്കുക ടോയ്സൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് സന്തോഷമായിക്കോളല്ലോ. അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനും റുവ ബേബിയും കൂടിയിട്ട് ഇവിടെ ഇരുന്നിട്ട് കിച്ചൺ സെറ്റും ബാർബി സെറ്റൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളായിട്ട് കളിക്കണതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കുറച്ച് ടൈമൊക്കെ റുവ ബേബിനായിട്ട് കളിച്ചതിന് ശേഷം റുവാക്ക് TV വെച്ചുകൊടുത്ത്. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നിട്ട് എൻ്റെ പണികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഉച്ചക്കൽക്കുള്ള ചോറ്, പിന്നെ മീൻ ഓൾറെഡി അവർ ക്ലീൻ ചെയ്ത് തന്നതായിരുന്നു. അയില മീനാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കണമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു പണിയിലും, പിന്നെ ഞാൻ പൊരിക്കാനുള്ളതും കറി വെക്കാനുള്ള മീൻ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കാന്നുള്ള രീതിയിൽ ചെയ്യാണ്. അപ്പോൾ കറി വെക്കാനുള്ള മീനാണ് ഇങ്ങനെയുള്ള പീസസ് ആക്കിയിരിക്കണം. പിന്നെ പൊരിക്കാനുള്ളത് ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കറിയൊന്നും വെക്കുന്നില്ല, കാരണം സാമ്പാർ ഇരിക്കുന്നുണ്ട് തലേദിവസത്തെ. അപ്പോൾ സാമ്പാർ എടുക്കാമെന്ന് വിചാരിച്ചു. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇന്ന് എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കറി വെക്കാനുള്ള പീസസൊക്കെ ഞാൻ തിരിച്ച് ഫ്രീസറിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളല്ലേ പിന്നെ ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഇനി ഞാൻ ഈ മീനുകളൊക്കെ മസാല പുരട്ടി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാരണം അത് അധികം എരിവ് വരില്ലല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാനീര്, പിന്നെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാ മീനിലും പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മസാല പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യാമല്ലോ പുറത്തൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്നൊക്കെ എനിക്ക് ജസ്റ്റ് 2 പീസ് മതി എനിക്കും ഇക്കുനും കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതെടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അപ്പുറത്ത് ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴുതനങ്ങയും പിന്നെ അമരപ്പയറും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ പല പല കോമ്പിനേഷൻസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പച്ചക്കറി വാങ്ങുമ്പോൾ ഇങ്ങനെ സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞിട്ട് പാക്കായിട്ട് ഇങ്ങനെ വാങ്ങുക ചെയ്യുക. അപ്പോൾ അതിൽ അവർ ഇട്ട് തരുന്ന സാധനത്തിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് തികയില്ല എന്ന് തോന്നും. അപ്പം ഞാൻ 2 ഐറ്റംസ് മിക്സ് ആക്കിയിട്ടൊക്കെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ റുവ ബേബിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കൊടുന്ന്. അപ്പോൾ റുവ ബേബിക്ക് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. അപ്പോൾ ഈ സെറ്റാഫിലിൻ്റെ റാഷ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെബാമെഡിൻ്റെ ആണ് ഞാൻ സാധാ ക്രീം യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ഡെർമോവിവയുടെ ഒരു ഓയിലും പിന്നെ ഹിമാലയയുടെ ആണ് പൗഡർ യൂസ് ചെയ്യുന്നത്. എല്ലാം വേറെ വേറെ ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇതിലെനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് നമ്മളെ സെബാമെഡിൻ്റെ ക്രീം തന്നെ. ഞാൻ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ക്രീം യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം റുവാക്ക് ഇങ്ങനെ വലിഞ്ഞ പോലെ മുഖത്തൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ സെബാമെഡിൻ്റെ ക്രീം യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ക്രീമല്ലേ. അങ്ങനെ അതേ റുവാക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് മുടിയുമെല്ലാം ഒന്നും വെക്കാൻ പാടില്ല കേട്ടോ. അതിനാണ് ഈ കരയണത്. എന്തെങ്കിലും വല്ല സ്ലീഡോ ഹെയർ ബാൻഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഊരിയെടുക്കും. അപ്പോൾ അത് ഊരിയിട്ടുണ്ട്. പിന്നെ റുവാക്ക് ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അവൾക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 4-5 ദിവസമായിട്ട് വലിയ സുഖമില്ല. ആദ്യം പനി ഉണ്ടായിരുന്നു, പിന്നെ ജലദോഷം ചുമ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒക്കെ ഒന്ന് മാറി വരികയാണ്. എന്നാലും അവൾ അങ്ങനെ ചോറും കാര്യങ്ങളൊന്നും കഴിക്കണില്ല. അവൾക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെ കഞ്ഞി കൊടുത്തപ്പോൾ കഞ്ഞി കുടിച്ച്. ഞാനിതേ ചോറ്, പിന്നെ മീൻ പൊരിച്ചത്, ഉപ്പേരി, പിന്നെ സാമ്പാറുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ സാമ്പാറും ഒക്കെ ഇവിടെ ചൂടൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇക്കു വരുമ്പോൾ കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇക്കു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ റുവ ബേബിനെ അവിടെ ഊഞ്ഞാലയിൽ കെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കെടുത്തിയതാണ്. ഞങ്ങളങ്ങനെ വീട്ടിലത്തെയും ഓഫീസിലത്തെ ഒക്കെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള വീക്കെൻഡ്സിലൊക്കെ നമ്മളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ പരിപാടി എന്ന് പറയുന്നത് സുഖമായി ഒന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ തലേ ദിവസം ഉറങ്ങാൻ നല്ല ലേറ്റൊക്കെ ആയി, കുറച്ച് ടൈമേ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒക്കെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉറങ്ങുന്നതിന് മുന്നായിട്ട് വിചാരിച്ചു ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ സെറ്റാക്കി വെക്കാം. അപ്പോൾ പിന്നെ ഉറങ്ങി എണിച്ച് കഴിഞ്ഞാൽ ചായക്ക് അത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുറത്താണെന്നുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഉച്ച സമയത്തും ഒരു തരി പോലും വെയിലില്ലാണ്ട് മഴ പെയ്ത് നല്ല ഒരു മൂടി കിടന്നിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ പുറത്തൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഇതിലിരുന്ന് കഴിക്കാമല്ലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് നല്ല ചൂട് ഡംപ്ലിങ്സ് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. അങ്ങനെ ഉറങ്ങിയൊക്കെ എണീച്ച് വന്നപ്പോഴത്തേക്കും 2 hours എങ്കിലും ഇതിരിക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായി പൊന്തിയൊക്കെ വരിക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഡംപ്ലിങ്സ് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഞാൻ ഈ ഡംപ്ലിങ്സിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡേറ്റ് സിറപ്പാണ്. അപ്പോൾ ഈ ഡംപ്ലിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ അതും ചായയൊക്കെ കുടിച്ചിട്ട് റുവ ബേബിൻ്റെ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീക്കെൻഡൊക്കെ ആയിട്ട് നമ്മൾ ഫിലിമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഫിലിം കാണാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദി ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ ഇരുന്ന് കണ്ട് അതൊക്കെ ആയിരുന്നു നമ്മളുടെ ഒരു വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ.